ഇന്ത്യക്ക് മേൽ ഇറക്കുമതി തീരുവ വീണ്ടും കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% അധിക തീരുവയായി ചുമത്തിയത്. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള ആകെ തീരുവ 50%. മധു കൊട്ടാരക്കര ഇപ്പോൾ വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ട്രംപിന്റെ പ്രഖ്യാപനം ഇത് എപ്പോൾ മുതൽ നടപ്പാകും? മധു, ഉന്മേഷ്, അല്പമണിക്കൂറുകൾക്ക് മുമ്പാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സുപ്രധാനമായ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പിട്ടിരിക്കുന്നത്. റഷ്യൻ ഫെഡറേഷന്റെ ഭീഷണി എന്ന് പറഞ്ഞുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ് ഇത്. എമർജൻസി എക്കണോമിക് പവർ ആക്ട്, അതുകൂടാതെ തന്നെ ട്രേഡ് ആക്ട് 1974 എന്നീ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡർ വന്നിരിക്കുന്നത്. യുക്രൈന്റെ പരമാധികാരവും അതുപോലെ അവിടെ റഷ്യ നടത്തുന്ന അധിനിവേശവും കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ 25% ഒരു പെനാൽറ്റി രൂപത്തിലുള്ള അധിക തീരുവയാണ് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ട്രംപ് പറയുന്നത്. ഇത് നേരത്തെ ഉന്മേഷ് ചോദിച്ചതുപോലെ 21 ദിവസത്തിനുള്ളിലായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരിക. നേരത്തെ ഇന്ത്യക്കെതിരെ ഒരു 25% തീരുവയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അമേരിക്കയിലെത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ചിരിക്കുന്ന കപ്പലുകൾക്കോ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾക്കോ ഇത് ബാധകമല്ല. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ ഏതാണ്ട് ഒക്ടോബർ 5 ആയിരിക്കും ആ തീയതി. പക്ഷേ വരും ദിവസങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഈ തീരുവ ബാധകമാവും. അമേരിക്കൻ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് കയറ്, തുണി, സമുദ്രോൽപ്പന്നങ്ങൾ ഒരു വലിയ മാർക്കറ്റാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ തീരുവ വിഷയം പറഞ്ഞു തീർത്തില്ലെങ്കിൽ, നേരത്തെ ഇന്നലെ CNBCക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇന്ത്യ ഒരു സീറോ താരിഫ് ഓഫർ മുന്നോട്ട് വെച്ചു എന്ന് ട്രംപ് സൂചന നൽകി. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡറിനോട് പ്രതികരിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇത് നീതിയല്ല, ന്യായമല്ല എന്നാണ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.